ഒന്നുകൂടി ആവർത്തിക്കുന്നു, ഇത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 2019 മെയ് 20 പാണക്കാട് തങ്ങൾ ചെയർമാനായിട്ടുള്ള വഖഫ് ബോർഡാണ്. ഈ യാഥാർത്ഥ്യം നന്നായി പ്രചരിപ്പിച്ചിട്ടില്ലെങ്കിൽ SIR ഇവരൊക്കെ കൂടി LDFന്റെ തലയിലിട്ടതുപോലെ മുനമ്പവും LDFന്റെ തലയിലിടും. ഇതിലെ യഥാർത്ഥ പ്രതികൾ ആരാണെന്ന് ഈ നാട് തിരിച്ചറിയണം. മുനമ്പം വിഷയത്തിൻ്റെ പേരിൽ കേരളത്തിൽ വലിയ കുപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന മുഖ്യമന്ത്രിയും മുസ്ലിം ലീഗും അതിൻ്റെ മുഖപത്രമായ ചന്ദ്രികയും ജമാഅത്തെ ഇസ്ലാമിയും അതിൻ്റെ മുഖപത്രമായ മാധ്യമവും ചാനലായ മീഡിയ വണ്ണും. ഓർക്കുക, തിരഞ്ഞെടുപ്പിന് മുമ്പ് SIR നടപ്പിലാക്കിയത് പിണറായി വിജയനാണെന്ന് വീടാന്തരം കയറി പ്രചരിപ്പിച്ചതും ഇവർ തന്നെയായിരുന്നു. മുനമ്പം വിഷയത്തിൻ്റെ യാഥാർത്ഥ്യം കേരളം തിരിച്ചറിയാതെ പോയാൽ വലിയ പ്രയാസങ്ങളുണ്ടാവും. നമുക്കറിയാം, UDFന്റെ ഭരണകാലത്ത് മുനമ്പം വിഷയം ആളിക്കത്തി നിൽക്കുന്ന സമയത്ത് UDFലെ രണ്ട് കക്ഷികളുടെ പ്രചരണം എന്തായിരുന്നു? മുഖ്യകക്ഷിയായ കോൺഗ്രസിൻ്റെ നേതാവ് VD സതീശൻ ആ സമരപ്പന്തലിൽ വന്ന് പ്രസംഗിച്ചിട്ടുള്ളത് മുനമ്പം വഖഫ് സ്വത്ത് അല്ല, 10 മിനിറ്റ് കൊണ്ട് ഈ വിഷയം എനിക്ക് പരിഹരിക്കാൻ കഴിയും എന്നാണ്. എന്നാൽ സഖ്യകക്ഷിയായ മുസ്ലിം ലീഗ് നിയമസഭയിലടക്കം പ്രസംഗിച്ചിട്ടുള്ള എന്താണ്? മുനമ്പം വഖഫ് ഭൂമിയാണ്. അപ്പോൾ രണ്ട് ഭാഗത്തെയും കത്തിച്ച് നടുവിൽ പിടിച്ച് തിരിക്കുന്ന വർഗീയത ആളിക്കത്തിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനമാണ് UDF LDFന്റെ ഭരണകാലത്ത് നടന്നിട്ടുള്ളത്. അതിലന്ന് അവരറിയാതെ പറഞ്ഞു പോയ ചില കാര്യങ്ങൾ ഇന്ന് അവർക്ക് തന്നെ വലിയ പ്രയാസമാവുകയാണ്. അതാണ് 10 മിനിറ്റ് കൊണ്ട് പ്രശ്നം തീർക്കും എന്ന് VD സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നത്. അവരധികാരത്തിൽ വന്ന് 10 നിമിഷമല്ല 10 ദിവസത്തോടടുത്തിട്ടും പ്രശ്നം പരിഹരിക്കാതിരുന്നപ്പോൾ ദീപിക പത്രത്തിൻ്റെ മുഖപ്രസംഗം വന്നു. എന്തുകൊണ്ട് 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കുമെന്ന് പറഞ്ഞ മുനമ്പം വിഷയം VD സതീശൻ പരിഹരിക്കുന്നില്ല എന്ന ചോദ്യമുയർന്നു. അതിനാണ് VD സതീശൻ ഏറ്റവും അപകടകരമായ ഒരു മറുപടി പറഞ്ഞിട്ടുള്ളത്. അയാൾ പറഞ്ഞത്, ഇത് എൻ്റെ കുറ്റമല്ല, മുനമ്പം മുൻ സർക്കാർ 8ന്റെ പണി തന്നുപോയി. എന്താണ് 8ന്റെ പണി? സതീശൻ വിശദീകരിച്ചിട്ടുള്ളത്, LDFന്റെ വഖഫ് ബോർഡ് ഇത് വഖഫ് ഭൂമിയാണ് മുനമ്പം എന്ന് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. അതായത് മുനമ്പം വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്തത് LDF നിയോഗിച്ച വഖഫ് ബോർഡാണ് എന്നാണ് പറഞ്ഞത്. പച്ചക്കള്ളമല്ലേ സതീഷായത്? ആരാണ് ഇത് വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്? 2019 മെയ് മാസം 20 UDF നിശ്ചയിച്ചിരുന്ന വഖഫ് ബോർഡിന് കാലാവധി കഴിഞ്ഞിരുന്നില്ല. ആ വഖഫ് ബോർഡാണ് മുനമ്പം വഖഫ് ഭൂമിയായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആരായിരുന്നു ആ വഖഫ് ബോർഡിൻ്റെ ചെയർമാൻ? പാണക്കാട് റഷീദ് അലി തങ്ങൾ. ആരൊക്കെയായിരുന്നു അതിലെ മെമ്പർമാർ? മുസ്ലിം ലീഗിൻ്റെ PV അബ്ദുൽ വഹാബ് MP, മുസ്ലിം ലീഗിൻ്റെ MLA ഉബൈദുള്ള, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് മായിനാജി, അഡ്വക്കേറ്റ് ഷറഫുദ്ദീൻ, അഡ്വക്കേറ്റ് സെയ്നുദ്ദീൻ, ഫാത്തിമ റോഷ്ന. മുസ്ലിം ലീഗിൻ്റെയും UDFൻ്റെയും മെമ്പർമാരായ ഇവരാണ് മുനമ്പം വഖഫ് ഭൂമിയായി 2019 മെയ് 20 രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കാരണം കേരളത്തിൽ ഒരുപാട് വഖഫ് ഭൂമികൾ ദുരുപയോഗം ചെയ്യുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച റിട്ടയർഡ് ജസ്റ്റിസ് നിസാർ കമ്മീഷൻ വഖഫ് ഭൂമികൾ രജിസ്റ്റർ ചെയ്യണം എന്നാവശ്യപ്പെട്ടത് പ്രകാരമാണ് 2019 മെയ് 20 പാണക്കാട് തങ്ങളുടെ നേതൃത്വത്തിലുള്ള വഖഫ് ബോർഡ് മുനമ്പമടക്കമുള്ള ഭൂമികൾ വഖഫ് ബോർഡ് ഭൂമിയായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇപ്പം എന്താ സംഭവിച്ചിട്ടുള്ളത്? കേന്ദ്രത്തിൻ്റെ ഒരു നിർദ്ദേശം വന്നു. 2026 മെയ് 17 മുമ്പ് വഖഫ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഉമീദ് പോർട്ടിൽ വഖഫ് സ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അതിൻ്റെ വഖഫിൻ്റെ പരിഗണന കിട്ടുകയില്ല. ആ 2026 മെയ് 15 തൊട്ട് തലേ ദിവസമാണ് LDF നിയോഗിച്ച ഇപ്പോഴത്തെ കേരളത്തിലെ വഖഫ് ബോർഡ് ഈ മുനമ്പം മാത്രമല്ല മുനമ്പമടക്കമുള്ള വഖഫ് ഭൂമികൾ ഉമീദ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്തത്. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഇതിനൊന്നും വഖഫ് പരിഗണന കിട്ടില്ല. അതിൽ മുനമ്പമടക്കമുള്ള ചില കാര്യങ്ങൾ കോടതിയിൽ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അങ്ങനെ ഒരു ചോദ്യം അതിലുണ്ട്, അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും സതീശനും കൂടി ഇത് LDFന്റെ തലയിലിടാനുള്ള പരിപാടിയാണ്. KM ഷാജിയുടെ ഒരു പ്രസംഗം കൂടി താൽക്കാലികമായി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എന്തായിരുന്നു KM ഷാജി പ്രസംഗിച്ചിരുന്നത്? സതീശൻ ഇത് വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ഞങ്ങൾ മുസ്ലിം ലീഗ് പറയുന്നു ഇത് വഖഫ് ഭൂമിയാണ്.
മുനമ്പം വിഷയം വലിയ ഒരു പ്രശ്നമാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിസ്സാരമായ ഒരു കാര്യമല്ല. അതിൽ വലിയ കോൺട്രവേഴ്സികൾക്ക് സാധ്യതയുണ്ട്. ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു, അത് വഖഫ് ഭൂമിയല്ല. മുസ്ലിം ലീഗിന് അഭിപ്രായമില്ല, അത് വഖഫ് ഭൂമിയല്ലെന്ന് പറയാനും പറ്റില്ല. ഫാറൂഖ് കോളേജിന്റെ അധികൃതർ പറയുന്നത് അത് വഖഫ് ഭൂമിയല്ലെന്നാണ്. അത് പറയാൻ അവർക്ക് എന്താ അവകാശമുള്ളത്? ഫാറൂഖ് എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇതിലെ യഥാർത്ഥ പ്രതികൾ ആരാണ്? ഈ മുനമ്പം വിഷയത്തിലെ യഥാർത്ഥ പ്രതികൾ ആരാണ്? അവിടെ ഭൂമി വിലക്ക് വാങ്ങി പാർക്കുന്ന ആ പാവ മനുഷ്യരല്ല. അവിടെയാണ് ഞങ്ങളുടെ പോയിന്റ്. പക്ഷെ അവർക്ക് ഭൂമി കൊടുത്തത് ആരാണ്? ഗവൺമെന്റ് അന്വേഷിക്കേണ്ടതാണ്. വഖഫ് ചെയ്യപ്പെട്ട ഭൂമി ആരാണ് അവർക്ക് വിറ്റുകൊടുത്തത്? ആരാണ് അതിന് രേഖയുണ്ടാക്കിയത്? അവനെ പിടിക്കേണ്ടത് മുസ്ലിം ലീഗാണോ? അവനെ പിടിക്കേണ്ടത് CPM ആണോ കോൺഗ്രസ് ആണോ? അല്ലല്ലോ. അതിനല്ലേ ഇവിടെ ഭരണകൂടമുള്ളത്. ഫാറൂഖ് കോളേജിന് എന്ത് അധികാരമാണ് അത് വഖഫല്ലെന്ന് പ്രഖ്യാപിക്കാൻ? അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടേ ഗവൺമെന്റ്. KPA മജീദ് നിയമസഭയിൽ പ്രസംഗിച്ചു, ഇത് വഖഫ് ഭൂമിയാണ്. അപ്പൊ ലീഗ് വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞു, കോൺഗ്രസ് വഖഫ് ഭൂമിയല്ല എന്ന് പറഞ്ഞു, ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റിയും വഖഫ് ഭൂമിയല്ല എന്ന് പറഞ്ഞു. ഇത് എന്താണ് സംഭവം? 1950 എറണാകുളത്തുകാരനായ മുഹമ്മദ് സാജിദ് സേട്ടു ഫാറൂഖ് കോളേജിന് വഖഫായി ദാനം ചെയ്ത ഭൂമിയാണ് മുനമ്പത്തെ ഇന്നത്തെ വിവാദ ഭൂമി. അപ്പോൾ ഷാജി അന്ന് പ്രസംഗിച്ചിട്ടുള്ളത്, ഇത് വിറ്റവരാണ് യഥാർത്ഥ കള്ളന്മാർ, മുനമ്പം നിവാസികളല്ല, അതുപോലെ തന്നെ മറ്റുള്ളവരുമല്ല. ഈ ഭൂമി മുനമ്പം നിവാസികൾക്ക് വിറ്റവരാണ് യഥാർത്ഥ കള്ളന്മാർ. അത് ശരിയാണ്. ആരായിരുന്നു വിറ്റത്? മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള അന്നും ഇന്നും എന്നും മുസ്ലിം ലീഗിന്റെ കൈകൾക്കുള്ളിലുണ്ടായിരുന്ന ഫാറൂഖ് കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റിയാണ് ഇത് വിറ്റിട്ടുള്ളത്. ഇത് വിൽക്കാൻ നേതൃത്വം കൊടുത്തത് KPCCയുടെ സെക്രട്ടറി ആയിരുന്ന പോളായിരുന്നു. ഇവരാണ് യഥാർത്ഥ കള്ളന്മാരെന്ന് ഷാജി നേരത്തെ പ്രസംഗിച്ചിട്ടുണ്ട്. ഇപ്പൊ ഷാജിയുടെ മുസ്ലിം ലീഗ് അടക്കം ഷാജി അടക്കം മന്ത്രിമാരായിക്കൊണ്ടുള്ള UDF ഭരിക്കുന്നു. ഷാജിയുടെ വാക്കുകൾ കടമെടുത്ത് അതേ ഭാഷയിൽ പറയുന്നു, പോയി പിടിക്കടോ ഫാറൂഖ് കോളേജ് മാനേജ്മെന്റിനെയും KC പോളിനെയും പിന്നെ പിടിക്ക്, ഈ വിഷയം മുഴുവൻ ഉണ്ടാക്കിയ. അതുകൊണ്ട് ഇത് LDFന്റെ തലയിലിട്ട് SIR തലയിലിട്ടതുപോലെ രക്ഷപ്പെട്ട് കളയാം എന്ന് വിചാരിക്കരുത് പ്രിയപ്പെട്ടവരെ. ഇത് നന്നായി പ്രചരിപ്പിച്ചിട്ടില്ലെങ്കിൽ, ഈ യാഥാർത്ഥ്യം നന്നായി പ്രചരിപ്പിച്ചിട്ടില്ലെങ്കിൽ SIR ഇവരൊക്കെ കൂടി LDFന്റെ തലയിലിട്ടതുപോലെ മുനമ്പവും LDFന്റെ തലയിലിടും. ഇതിലെ യഥാർത്ഥ പ്രതികൾ ആരാണെന്ന് ഈ നാട് തിരിച്ചറിയണം. ഒന്നുകൂടി ആവർത്തിക്കുന്നു, ഇത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 2019 മെയ് 20 പാണക്കാട് തങ്ങൾ ചെയർമാനായിട്ടുള്ള വഖഫ് ബോർഡാണ്. ഇപ്പോഴത്തെ വഖഫ് ബോർഡ് കേന്ദ്ര നിയമപ്രകാരം അത് വഖഫിനായുള്ള ഉമീദ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇത് തിരിച്ചറിയണം. സതീശനെ തിരിച്ചറിയണം. ജമാഅത്തെ ഇസ്ലാമിയെയും ലീഗിനെയും ചന്ദ്രികയെയും മാധ്യമത്തെയും മീഡിയ വണ്ണിനെയും തിരിച്ചറിയാതിരുന്നാൽ വലിയ തെറ്റിദ്ധാരണയുടെ ഭാരം LDF താങ്ങേണ്ടി വരും.